നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മോദി രാജ്യം മുഴുവൻ മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചു നടന്നു. പക്ഷേ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു. മോദിക്ക് പരാജയതുല്യമായ വിജയമാണ് രാജ്യം നൽകിയത്. പക്ഷേ നരേന്ദ്രമോദി ഒന്നും പഠിച്ചില്ല. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമേ ഇല്ല. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ രാജ്യം തള്ളി. പക്ഷേ മുസ്ലിം വിരുദ്ധ നിലപാടുകളുമായി മോദി മുന്നോട്ട് പോവുകയാണ്. മന്ത്രിസഭയിൽ ആകെ 71 മന്ത്രിമാർ. പക്ഷേ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ പോലുമില്ല. मैं नरेंद्र दामोदर दास मोदी, मैं अन्नपूर्णा देवी, मैं किरण रिजिजू ईश्वर की शपथ लेता हूँ कि I हरदीप सिंह पुरी, डॉक्टर मनसुख मांडविया. രാജ്യത്തെ ജനസംഖ്യയിലെ 15% മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. പുതിയ ലോക്സഭയിൽ ആകെയുള്ളത് മുസ്ലിം മതവിശ്വാസികളായ 24 പേർ, അഥവാ 4.41% മാത്രം. രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യം ഇവ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ അനുകൂലമാണെന്നോ പ്രതികൂലമാണെന്നോ പറയാത്തക്ക യാതൊരു ഒന്നും അതിലടങ്ങിയിട്ടില്ല. അഥവാ മുസ്ലിങ്ങളാദ്യ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും ഒരു പാളയത്തിലേക്ക് ആട്ടിത്തെളിച്ച് അവിടെയൊക്കെ വിശ്വാസം ആർജിച്ച് കളയാമെന്ന ആ ഒരു ധാരണയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2019 303 എംപിമാരുമായി മോദി സർക്കാർ തനിച്ച് അധികാരത്തിൽ വന്നു. അതോടെ മുസ്ലിം വിരുദ്ധത ലോക്സഭയുടെ അകത്തേക്ക് കൂടി പടർന്നു. AIMIM എം പി അസദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ BJP എംപിമാർ പ്രതികരിച്ചതിങ്ങനെ: मैं असदुद्दीन ओवैसी जिसे लोकसभा का रुकन मंतखब किया गया है. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആന്ധ്രാപ്രദേശിലെ NDA മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മതവിശ്വാസിയായ മന്ത്രിയുണ്ട്, നസീമ മുഹമ്മദ് ഫറൂഖ്. പക്ഷേ മോദി സർക്കാരിൽ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനുമുള്ള സ്വാധീനം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രാതിനിധ്യ വിഷയത്തിൽ കാണാനില്ല. നരേന്ദ്രമോദി അടിസ്ഥാനപരമായി ഒരു RSSകാരനാണ്. RSSന്റെ നയങ്ങളാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് നടപ്പിലാക്കിയത്. മോദി ദുർബലനായാൽ RSS മറ്റൊരാളെ കണ്ടെത്തും. ഭരണത്തിന്റെ അമരക്കാരൻ ആരായാലും ശരി, ഭരണം നടത്തുന്നത് RSS തന്നെയായിരിക്കും. സംഘപരിവാറിന് ഒട്ടേറെ സംഘടനകളുണ്ട്. അവയിൽ ഒന്ന് മാത്രമാണ് BJP. എല്ലാ സംഘടനകളുടെയും മൂക്കുകയർ RSSന്റെ കൈകളിലാണ്. സർസംഘ് ചാലകാണ് ഏറ്റവും മുകളിൽ, മറ്റെല്ലാവരും താഴെയാണ്. ആയിരത്തി 1925 വിജയദശമി ദിനത്തിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് RSS രൂപീകരിച്ചു. ഹിന്ദുരാഷ്ട്ര രൂപീകരണമായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം നേടുന്നതിൽ ബ്രിട്ടീഷുകാർ ഒരിക്കലും ശത്രുക്കളായിരുന്നില്ല. രാജ്യത്തെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് സമയം കളയരുത്. യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഹിന്ദു മഹാസഭയായിരുന്നു ആദ്യകാലത്ത് RSSന്റെ രാഷ്ട്രീയ മുഖം. ഗാന്ധി വധത്തോടെ ഹിന്ദു മഹാസഭ നിരോധിക്കപ്പെട്ടു. സംഘടനയെ ഒരു ഭീകര സംഘടനയായി ജനങ്ങൾ കണ്ടു. അതോടെ RSS തന്ത്രം മാറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിഴുങ്ങുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. വല്ലഭായ് പട്ടേലിനെ സ്വാധീനിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വിദേശത്ത് പോയ സമയം നോക്കി പട്ടേൽ RSSന് വേണ്ടി ഒരു തീരുമാനം കൈക്കൊണ്ടു. RSSകാർക്ക് കോൺഗ്രസിൽ അംഗമാകാം എന്നതായിരുന്നു ആ തീരുമാനം. വരാനിരിക്കുന്ന അപകടം നെഹ്റു തിരിച്ചറിഞ്ഞു.
രാജ്യത്ത് മടങ്ങിയെത്തിയ ഉടനെ കോൺഗ്രസ് പ്രവർത്തക സമിതി വിളിച്ചു ചേർത്തു. RSSകാർക്ക് കോൺഗ്രസിൽ അംഗത്വം നൽകാമെന്ന തീരുമാനം പിൻവലിച്ചു. ഈ തന്ത്രം പൊളിഞ്ഞതോടെ 1951 ശ്യാമപ്രസാദ് മുഖർജിയെ അധ്യക്ഷനാക്കി RSS ജനസംഘം രൂപീകരിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പോടെ ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചു. RSSകാർക്ക് ജനതാ പാർട്ടിയിൽ അംഗങ്ങളാകാനാകില്ലെന്ന് ജനതാ പാർട്ടി ഉറച്ച നിലപാടെടുത്തതോടെ ജനസംഘക്കാർ ജനതാ പാർട്ടി വിട്ടു. 1980 RSS മുൻകൈയെടുത്ത് ജനസംഘത്തിന് പകരം പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് BJP. ഹിന്ദു മഹാസഭയായാലും ജനസംഘമായാലും BJP ആയാലും ആ രാഷ്ട്രീയ കക്ഷിയുടെ പിടി RSS സർസംഘചാലകിന്റെ കൈകളിലാണ്. RSS സർസംഘചാലകിനെ ധിക്കരിച്ചതിന് ബൽരാജ് മധോക് എന്ന നേതാവിനെ ജനസംഘത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. പാകിസ്ഥാനിൽ പോയി മുഹമ്മദ് അലി ജിന്നയെ പ്രകീർത്തിച്ചതിന് LK അദ്വാനിയെ BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. ഗുജറാത്തിലെ സ്വയം സേവകൻ നരേന്ദ്രമോദിയെ കണ്ടെത്തിയതും വളർത്തിയതും ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയതും RSS ആണ്. RSSും BJPയും തമ്മിൽ ഭിന്നതയുണ്ടെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം RSSന്റെ രാഷ്ട്രീയ രൂപമാണ് BJP. കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ ഓരോ മേഖലയിലും നടപ്പാക്കിയ വിദ്യാഭ്യാസ മേഖല, സാംസ്കാരിക മേഖല തുടങ്ങി ഇന്ത്യയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംഘപരിവാറിൻ്റെ നോമിനികളെ നിയമിച്ചു. പ്രധാന എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിൻ്റെ എല്ലാ നിയന്ത്രണം സംഘപരിവാറിൻ്റെ കയ്യിലായി. പാഠ്യ പദ്ധതി ബഹിഷ്കരണം, എന്തിനേറെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ പോലും സംഘപരിവാറിൻ്റെ നോമിനികളായ ചലച്ചിത്ര ലോകത്തിന് നിർണായകമായ സംഭാവന നൽകാത്ത ആളുകളെ സംഘപരിവാർ സഹയാത്രികർ എന്ന ഒറ്റ കാരണത്താൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ തലപ്പത്ത് പോലും നിയമിച്ചു. ഇങ്ങനെ സംഘപരിവാർ അജണ്ട പൂർണ്ണമായും നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് 5 വർഷം ഉണ്ടായിരുന്നത്. അപ്പോഴൊന്നും RSSും BJPയും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ശക്തമായി തിരിച്ചടിച്ചു. കർഷക പ്രക്ഷോഭം, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം, മറ്റു മേഖലയിലുണ്ടായ BJP MPയുടെ പീഡനത്തിന് ഇടയായി എന്ന ആരോപണം ഉന്നയിച്ച് ഒളിമ്പിക് മെഡൽ ജേതാക്കൾ ഉൾപ്പെടെ നടത്തിയ വനിതാ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം, ഇതിനോടെല്ലാം മോഡി സർക്കാർ സ്വീകരിച്ച സമീപനം രാജ്യം കണ്ടതാണ്. ഇതിനെല്ലാം ഉണ്ടായ തിരിച്ചടി, ഈ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കലാപങ്ങളിലൂടെ രാഷ്ട്രീയ അടിത്തറ വർദ്ധിപ്പിക്കുക എന്നത് RSSന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം RSS ഇച്ഛിച്ചതിനേക്കാൾ മികച്ച നിലയിൽ മോദി നടപ്പിലാക്കി. അയോധ്യയിലെ രാമക്ഷേത്രം, കശ്മീരിന്റെ പ്രത്യേക അവകാശം പിൻവലിക്കൽ, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ RSS അജണ്ടകളെല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി മോദി നടപ്പിലാക്കി. പക്ഷേ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാലിടറി. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഓർഗനൈസറിൽ ഒരു ലേഖനം എഴുതി. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പ്രവർത്തിക്കണം, സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കരുത്, പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ പരിഗണിക്കണം, എല്ലാ വിഷയത്തിലും മറുപക്ഷത്തെ കേൾക്കണം. തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തിരിച്ചടിയുടെ കാരണം പ്രധാനമന്ത്രിയുടെ അഹങ്കാരമാണെന്നും BJP പ്രവർത്തകർ പൊതുവെ ജനങ്ങളോട് വളരെ അഹംഭാവത്തിൽ പെരുമാറുന്നുവെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ തിരിച്ചടി കാരണമെന്നും ഉള്ള ഒരു ആഖ്യാനമാണ് ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് RSSന്റെ താല്പര്യം സംരക്ഷിക്കാനായി ഉയരുന്ന ഒരു വാദഗതിയാണ്. തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഹിന്ദുത്വ അജണ്ടയ്ക്ക് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണെന്ന സത്യം അംഗീകരിക്കാൻ സംഘപരിവാർ തയ്യാറല്ല. കഴിഞ്ഞ 10 വർഷം, പ്രത്യേകിച്ച് 2019 മുതൽ 2024 വരെയുള്ള 5 വർഷം മോഡി സർക്കാർ നടപ്പാക്കിയത് പൂർണ്ണമായും കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയാണ്. സംഘപരിവാറിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങളായ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയൽ, പൗരത്വ നിയമ ഭേദഗതി, ഇന്ത്യയിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് കാരണമായ രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ ഒരു സാക്ഷാത്കാരം എന്ന നിലയിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ഇതെല്ലാം സാക്ഷാത്കരിച്ചത് മോഡി സർക്കാരിൻ്റെ കാലത്താണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്ന ശേഷം അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. RSS തലവൻ മോഹൻ ഭഗവത് തൊട്ടരികിലുണ്ടായിരുന്നു.
പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ച് ഇതെല്ലാം ഭരണത്തിൻ്റെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഭരണത്തിൻ്റെ ശിഥിലച്ചയാൽ നിന്നുകൊണ്ട് ഇതെല്ലാം ആസ്വദിച്ച RSS ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മാത്രം അഹങ്കാരം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതെന്നുള്ള ഒരു രീതിയിലേക്കുള്ള പ്രചാരണം, അത് RSS അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പോലും ശരിയല്ല. RSS ഒഴുക്കൻ മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, അത് വ്യാഖ്യാനം ചെയ്ത്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയ്ക്ക് ഏറ്റിയ തിരിച്ചടി മറച്ചു വയ്ക്കാനാണ്. ഒട്ടും സംശയം വേണ്ട, മോദി ദുർബലനായാൽ RSS പുതിയ ബിംബത്തെ തേടും. ആ ബിംബം ഒരു സമാധാനപ്രിയനായിരിക്കില്ല. മോദിയെപ്പോലെ ഒരു ലക്ഷണമൊത്ത വർഗീയവാദിയായിരിക്കും. കാരണം വർഗീയതയില്ലാതെ RSSന് നിലനിൽക്കാനാവില്ല. നീറ്റ് പരീക്ഷ പോലും ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഇരകളാണ് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി. നെഹ്റു ശാസ്ത്രചിന്തയും പുരോഗമന ബോധവും മതേതരത്വവുമെല്ലാം ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിട്ടു. ആ അടിത്തറയ്ക്ക് മുകളിലാണ് ഇന്ത്യ എന്ന രാജ്യം കെട്ടിപ്പടുത്തത്. നെഹ്റുവിൽ നിന്ന് രാജ്യം മോദിയിലെത്തി. മോദി തീതുപ്പുന്ന വർഗീയ പ്രാസംഗികൻ മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെയും അശാസ്ത്രീയതകളുടെയും താരപ്രചാരകൻ കൂടിയാണ്. जब तक माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है. माँ के जाने के बाद मैं कन्विंस हो चुका कि परमात्मा ने मुझे भेजा है. ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली. കൊച്ചുകുട്ടികളിൽ വർഗീയ വിഷം കുത്തിവെക്കുന്നതിന് മോദി കണ്ട എളുപ്പവഴി പാഠപുസ്തക പരിഷ്കരണമായിരുന്നു. ശാസ്ത്രത്തിന് പകരം കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു. ഗാന്ധിക്ക് പകരം ബ്രിട്ടീഷുകാരോട് മാപ്പിരന്ന സവർക്കറെ കുറിച്ച് പഠിപ്പിച്ചു. മുസ്ലിങ്ങളെ വെറുക്കപ്പെടേണ്ടവരാക്കി മാറ്റി. അധ്യാപിക വിദ്യാർത്ഥിയെ മതം നോക്കി ശിക്ഷിക്കുന്ന ദുരന്ത കാഴ്ചയും രാജ്യം കണ്ടു. വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയവൽക്കരണത്തോടൊപ്പം കോർപ്പറേറ്റ് വൽക്കരണവും മോദി നടത്തി. ഇതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ സർക്കാരും സംഘപരിവാർ ഗുണ്ടാസംഘങ്ങളും ചേർന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖല എത്ര കുത്തഴിഞ്ഞതാണെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് മനസ്സിലായിരിക്കുന്നു. രാജ്യത്താകെയുള്ളത് 1,08,940 MBBS സീറ്റുകൾ. ഇതിലേക്കായി നീറ്റ് പ്രവേശന പരീക്ഷ എഴുതിയത് 24 ലക്ഷം വിദ്യാർത്ഥികൾ. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന BJP നേതാവാണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദാസീനതയുടെയും അവർ നടത്തിയ ക്രമക്കേടിന്റെയും ഇരകളാണ് ഈ വിദ്യാർത്ഥികൾ. 6 സെന്ററുകളായി പരീക്ഷ എഴുതിയ 1500ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ അനുവദനീയമായ സമയം ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ടു. അവർക്ക് ഗ്രേസ് മാർക്ക് നൽകി. അതോടെ 720-ൽ 720 മാർക്ക് നേടി 67 പേർ ഒന്നാം റാങ്കുകാരായി. 2019 നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് ഒരാൾക്ക്. 2021-ലും 22-ലും 23-ലും ഒന്നാം റാങ്ക് ഒരാൾക്ക് മാത്രം. 2024-ൽ ഒന്നാം റാങ്ക് ലഭിച്ചത് 67 പേർക്ക്. ഹരിയാനയിലെ ഒരു കോച്ചിംഗ് സെന്ററിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 6 പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു. തട്ടിപ്പും ക്രമക്കേടും വളരെ വ്യക്തം. ആത്മാഭിമാനമുണ്ടെങ്കിൽ മോദിയുടെ വിശ്വസൻ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തു പോകണം. പരീക്ഷകൾ എങ്ങനെ സുതാര്യവും കാര്യക്ഷമവും സത്യസന്ധവുമായി നടത്തണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ മോദി ആദ്യം ഇത്തരം നാടകങ്ങൾ അവസാനിപ്പിക്കണം. സാമാന്യ ബുദ്ധിയുള്ള ഒരു സംഘത്തെ കേരളത്തിലേക്ക് അയക്കണം. പരീക്ഷകൾ എങ്ങനെ നടത്തണമെന്ന്
കേരളം പഠിപ്പിച്ചു തരും. ഗാസയിൽ നിരപരാധികളുടെ വിലാപം തുടരുകയാണ്. ഇനി തകർക്കാനായി ഒന്നും ബാക്കിയില്ല. ഒരു വെടിനിർത്തൽ നിലവിൽ വന്നാലും ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കുക ഇസ്രായേലും അതിലുമുപരി അമേരിക്കയും തന്നെയായിരിക്കും. സൈനിസ്റ്റ് രാജ്യമായ ഇസ്രായേൽ ഗാസയിലെ പാവങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. ചർച്ചകൾ, പ്രമേയങ്ങൾ, വാചക കസർത്തുകൾ, അതിനും അപ്പുറത്തൊന്നും ലോകരാജ്യങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല. എല്ലാവരും ഒരു കാര്യം സമ്മതിക്കുന്നു: പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ ഇത്തരം ധാർഷ്ട്യങ്ങൾ നടക്കുമായിരുന്നില്ല. ഈ യുദ്ധത്തിൽ രണ്ട് കൂട്ടരുടെയും അജണ്ടകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒന്നാമത്തേത്, ഈ ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ചതിലൂടെ ഹമാസ് ലക്ഷ്യം വെച്ചത് ഈ എല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകളിലുമെല്ലാം കരാറുകളിലുമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള അജണ്ടയായിരുന്നു ഈ വളരെ കടുത്ത ഈ ആക്രമണം, ഇസ്രായേലിനെ കടന്നു കയറി ആക്രമിക്കുക എന്നുള്ള തീരുമാനത്തിലൂടെ അവർ മുന്നോട്ട് വെച്ചത്. അത് ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ പൊതുവായ ചർച്ചകളിലെല്ലാം പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന വിഷയം മുഖ്യ വിഷയമായി വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് സ്പെയിനും നോർവേയും അയർലൻഡും പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് വന്നു. അപ്പോൾ 193 അംഗ ഐക്യരാഷ്ട്ര സംഘടനയിൽ 146 രാജ്യങ്ങളോളം ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഗാസയിൽ നടക്കുന്ന ഓരോ ഇസ്രായേൽ ബോംബിനും പിറകിൽ അമേരിക്കയുടെ കരങ്ങളുണ്ട്. പക്ഷേ ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രമേയം അമേരിക്ക തന്നെ UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചു. പ്രമേയം രക്ഷാസമിതി പാസാക്കി. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത്തരമൊരു വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു? അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ലോകവ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങളാണ് അമേരിക്കയുടെ നിലപാട് മാറ്റത്തിന് കാരണം. യൂറോപ്പിലെയും അമേരിക്കയിലെയും കലാലയങ്ങളിൽ പ്രതിഷേധമിരമ്പി. പ്രതിഷേധിക്കാനായി ഇറങ്ങിയ വിദ്യാർത്ഥികളിൽ നിരവധി ജൂതന്മാരുമുണ്ടായിരുന്നു. ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അമേരിക്കൻ സർവകലാശാലകളിൽ അമേരിക്കയിൽ ഒട്ടാകെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഈ മനുഷ്യത്വത്തിനെതിരായി ഇസ്രായേലിൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അത് ഇസ്രായേലിൽ യഹൂദ വിദ്യാർത്ഥികളുണ്ട്, മറ്റുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന യുദ്ധത്തിനെതിരായിട്ട് പോരാട്ടം നടത്തുന്നത്. അപ്പോൾ അത് വളരെ വലിയ സമ്മർദ്ദമാണ് അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന്. പിന്നെ മറ്റൊന്ന്, ഈ അവിടെ താമസിക്കുന്ന മറ്റ് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സമീപനം ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ അയൺ ക്ലാഡ് സപ്പോർട്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത്ര നീചമായി നടക്കുന്ന, മനുഷ്യത്വ വിരുദ്ധമായി നടക്കുന്ന വംശഹത്യയോടെ എത്തുന്ന ഈ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും പിന്തുണ നൽകിയാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായി ബാധിക്കുമെന്നുള്ളൊരു കാരണം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്തരമൊരു പ്രൊപ്പോസലുമായി വന്നിരിക്കുന്നത്. UN പാസാക്കിയ വെടിനിർത്തൽ പ്രമേയം ഹമാസ് ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ പൂർണ്ണ സഹകരണം ഇതുവരെ ഉറപ്പായിട്ടില്ല. വെടിനിർത്തൽ നടപ്പിലായാൽ ഗാസ താൽക്കാലികമായെങ്കിലും ശാന്തമാകും. പലസ്തീൻ തടവുകാരെ ഇസ്രായേലും ഇസ്രായേൽ തടവുകാരെ ഹമാസും വിട്ടുകൊടുക്കണം. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം. അതോടെ പലസ്തീൻകാർ തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങും. പലസ്തീന്റെ വിസ്തൃതി കുറയ്ക്കുന്ന വിധത്തിൽ ഗാസയിൽ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ഇതെല്ലാമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ
ചരിത്രം പറയുന്നത് മറ്റു പലതുമാണ്. 1993 പലസ്തീനും ഇസ്രായേലും അംഗീകരിച്ച ഒരു കരാർ ഉണ്ടായിരുന്നു, ഓസ്ലോ കരാർ. കരാർ നടപ്പിലായിരുന്നെങ്കിൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരുമായിരുന്നു. ഈ മേഖലയിൽ ശാശ്വത സമാധാനം പുലരുമായിരുന്നു. എന്നാൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറി. ഇതാണ് ചരിത്രം. ഇതിന്റെയെല്ലാം തനിയാവർത്തനങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഗാസയിലെ വെടിയൊച്ചകൾ അടുത്തൊന്നും നിലയ്ക്കില്ല. സമാധാന ശ്രമങ്ങളുടെ ഭാവി എന്തായാലും ലോകത്ത് ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഇവരുടെ മുഴങ്ങുന്ന ശബ്ദത്തിലാണ് ലോകത്തിന്റെ ഭാവി. ഹമാസിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ സർക്കാർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഹമാസിനെ നിശേഷം തകർക്കുക. 2, ബന്ദികളെ മോചിപ്പിക്കുക. ഇത്രയും നാള് ഈ യുദ്ധം ഇതുവരെ നടന്നെങ്കിലും ഈ 2 ലക്ഷ്യങ്ങളും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി നിരന്തരമായ ജനകീയ പ്രക്ഷോഭങ്ങൾ, അതായത് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ദിനം പ്രതി എന്നോണം ഇസ്രായേൽ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നു. ഇപ്പോൾ കണ്ടുവരുന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിലെല്ലാം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജനകീയമായ അംഗീകാരം കുറഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ആവശ്യം ബൈഡനുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നൊരു സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ മന്ത്രിസഭയ്ക്കും ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒരു കൃത്യമായ ധാരണ ഇല്ല. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.